പരിശുദ്ധ റമദാനിൽ സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കലാണോ നോമ്പ്? അല്ലടോ, നോമ്പെന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ലാഹ് എന്തിനു വേണ്ടിയാണെന്നാ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുത്തഖീങ്ങളാകാൻ വേണ്ടിയല്ലേ നോമ്പ്? അതേ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അത്തഖ്വ വ ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹിഹി. അല്ലാഹ് എന്ത് കൽപ്പിച്ചു ജീവിതത്തിൽ എടുക്കലാണ്. അല്ലാഹ് എന്ത് വേണ്ടാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മാറ്റിവെക്കലാണ്. അങ്ങനെ മാറ്റിവെക്കാനുള്ള ആർജവം കിട്ടാൻ അല്ലാഹ് ഫർളാക്കിയതാണ് പരിശുദ്ധ റമദാൻ. ഹബീബ് ഖുർആന്റെ മുഫസ്സിറായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ വിശദീകരിച്ച് അസ്ഹാബിനെ ലോകത്തിനെ പഠിപ്പിക്കാൻ കൈമാറിയത് അസ്സൗമു ജന്നത്തുൻ. ഇമാം ബുഖാരി സ്വഹീഹ് റിപ്പോർട്ട് ചെയ്യാണ്. അതേ നോമ്പെന്നുള്ളത് പരിചയാണ്. അതാ ഫൈറ്റിംഗ് പഠിച്ച, കളരി അഭ്യസിച്ച, തൈക്കോണ്ടയും കുംഫും കരാട്ടവും പഠിച്ച ആളുകൾ, അതാ അഭ്യസ്ത വിദ്യരായ ആളുകൾ പരസ്പരം മെയ് ഫൈറ്റ് നടത്തുമ്പോ ചുവടൊപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൊണ്ട് കിക്ക് വരുമ്പോ, കൈകൊണ്ട് പുഷ് വെക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്യാണ്, അത് തടുക്കുകയാണ്. ഇതുപോലെ നിന്നെ ആക്രമിക്കാൻ വരുന്ന അക്രമി, ആ അക്രമിയെ തടയാൻ വേണ്ടി നിന്റെ കയ്യിൽ അതാ നിനക്ക് പരിശീലിച്ച നിന്റെ കയ്യിൽ പലിജയുണ്ടെങ്കിൽ ആ പലിജ കൊണ്ട് അക്രമിയിൽ നിന്ന് നിനക്ക് എത്രത്തോളം നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും, എത്രത്തോളം നിനക്ക് രക്ഷപ്പെടാൻ പറ്റും, അതിനേക്കാളും വലിയ രക്ഷയുടെ കവാടമാണ് സൗമ മുസ്ലിമീങ്ങളെ. അതാണ് നോമ്പ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അസ്സൗമുലി വഅന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന് ഞാൻ തന്നെ പ്രതിഫലം ചെയ്യും. അപ്പൊ മറ്റുള്ളതൊന്നും അല്ലാഹ്ക്കുള്ളതല്ലേ? അപ്പൊ നമ്മളെ നിസ്കാരത്തിൽ ദുആയിൽ പറയില്ലേ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും നിസ്കാരവും ഇബാദത്തും ഹജ്ജും ഉംറയും ഖുർആനും ദിക്റും എല്ലാം അല്ലാഹ് കാണുന്ന 5 തവണയും നിസ്കാരങ്ങളിലും പറയുന്നവരല്ലേ? പറയുന്നത് എതിരായിട്ടില്ല. അതിൽ ആന്തരികമായിട്ടൊരു വിഷയം കിടപ്പുണ്ട്. അതെന്താണ്? നോമ്പ് എന്ന് പറയുന്ന ആ വലിയ ഇബാദത്ത് അടിമയും റബ്ബുമായിട്ട് മാത്രം അറിയുന്ന വിഷയമാണ്. അതിൽ റിയാ, ലോകമാന്യം വരാൻ സാധ്യതയില്ല. അങ്ങനെ ലോകമാന്യം പോലും ലവലേശം പറ്റാൻ, ഏശിയിട്ട് നഷ്ടപ്പെടാൻ പറ്റാത്ത വലിയ അള്ളാഹ്ക്ക് മാത്രമുള്ളതെന്ന് റബ്ബ് എടുത്തു പറഞ്ഞ പരിശുദ്ധ നോമ്പ് നീയത്തും വെച്ചിട്ട് സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടന്നിട്ട് നീ പർച്ചേസിന് ഉപ്പളയിലിറങ്ങിയാൽ അള്ളാഹ് നിന്നെ വെറുതെ വിടൂല ഉമ്മാ. ഇപ്പൊ പല വീട്ടിലും ആണുങ്ങളും മന്ദന്മാരായിട്ട് പേരന്റെ ഉള്ളിലാണ്. എന്ത് മണ്ടൂസന്മാരാണ്. പെണ്ണുങ്ങളെ കയ്യിൽ ക്യാഷ് എണ്ണി കൊടുക്കാണ്. ഞാൻ പറയട്ടെ, ആര് ഭാര്യമാരെ വാക്ക് കേട്ട് ജീവിക്കുന്നോ, പെണ്ണുങ്ങളനുസരിച്ച് ജീവിക്കുന്നോ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഭാര്യമാരെ അനുസരിക്കുന്നവൻ ദുനിയാവിൽ വിജയിച്ചിട്ടില്ല, ആഖിറത്തിൽ വിജയിച്ചിട്ടില്ല. ഭാര്യമാരെ നേതൃത്വത്തില്, അവരെ നിയന്ത്രണത്തില്, അവർക്ക് അംഗീകരിച്ചുകൊണ്ട് ആര് ജീവിച്ചാലും ആ കുടുംബത്തിന് സന്തോഷം കിട്ടൂല, ആ കുടുംബത്തിൽ ഐക്യമുണ്ടാകൂല. അതുകൊണ്ട് ഈമാനുള്ള മുസ്ലിമീങ്ങളോട് പറയാണ്, നമ്മളെ കയ്യിലുള്ള ക്യാഷ്, ആ ക്യാഷ് കൊണ്ട് നമ്മളെ മക്കൾക്കും നമ്മളെ ഭാര്യക്കും വേണ്ടപ്പെട്ടവർക്കും ഉമ്മാക്കും ഉത്തരവാദിത്തപ്പെട്ട ബാപ്പാക്കും ജ്യേഷ്ഠാനുജന്മാർക്ക് ആർക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നോ, നമ്മൾ ടൗണിൽ പോവുക, നമ്മൾ ക്യാഷ് കൊടുക്കുക, നമ്മൾ ഡ്രസ്സ് വാങ്ങുക, പുരയിലെത്തിക്കുക. അതുകൊണ്ട് സന്തോഷിക്കട്ടെ ഭാര്യമാര്. അതിന്റെ പേരാണ് ഖനാഅത്ത്. അൽ ഖനാഅത്തു ലില്ലാഹ്. അല്ലാഹുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ലോകത്ത് അവനിക്ക് സമാധാനം കിട്ടൂല. സമാധാനം വേണോ? അതെ, അൽ ഖനാഅത്തു ലില്ലാഹ്. ഖനാഅത്ത് വേണം. ഉള്ളത് കൊണ്ട് തൃപ്തി അടയാനുള്ള മനസ്സ് വേണം. അത് ഒരു മനുഷ്യനായ പെണ്ണിനും ഒരു മനുഷ്യനായ പുരുഷനുമില്ലെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും സന്തോഷം കാണൂല, ടെൻഷൻ നീങ്ങൂല.
അതുകൊണ്ടല്ലേ തങ്ങൾ അവിടുത്തെ പ്രിയ ശിഷ്യനിലൂടെ പറഞ്ഞത്, മോനെ നീ എപ്പോഴും കീപ്പോട്ട് ചിന്തിക്കണോ, താഴോട്ട് ചിന്തിക്കണോ. നമ്മൾക്ക് അല്ലാഹു അത്യാവശ്യം നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കഷ്ടപ്പാടുള്ള, വീടില്ലാത്ത, കടങ്ങളുള്ള, രോഗികളായ, കെട്ടിക്കാൻ പെൺമക്കളുള്ള, മറ്റു പ്രയാസങ്ങളുള്ള, മറ്റു ഞെരുക്കങ്ങളുള്ള, എനിക്കിപ്പോ വാഹനമുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് ഡ്രൈവറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്, എന്നെക്കാളും ഇല്ലാത്ത എത്രയോ ആളുകൾ. എനിക്ക് ചെറിയൊരു ഓടിന്റെ വീടുണ്ട്, മറ്റുള്ള ആളുകൾക്ക് ഓലന്റെ വീടല്ലേ, അല്ലെങ്കിൽ അവർ വാടക റൂമിലല്ലേ, അവർക്ക് കഷ്ടപ്പാടല്ലേ, അവർ പെൺകുട്ടികളെ കെട്ടിക്കാൻ വിഷമിക്കല്ലേ. അല്ലാഹ് എന്നെ അങ്ങനെ ഞെരുക്കിയിട്ടില്ലല്ലോ. ആ നിനക്ക് താഴോട്ട് ചിന്തിച്ച് സമാധാനിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമല്ലേ. അല്ലാതെ നിനക്ക് ഇത്രയൊക്കെ കിട്ടി എന്നിട്ട് നീ ചിന്തിക്കുന്നത് നിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിന്റെ നാട്ടില്, പരിസര നാട്ടില് വലിയ കോടീശ്വരനായ ആളുണ്ട്, അയാൾക്ക് അതാ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, മറ്റു നിയമത്തുകളുണ്ട്, എനിക്ക് അതുപോലെ ആകണല്ലോ എന്ന് നീ ചിന്തിച്ചാൽ കിടന്നാൽ ഉറക്കു വരുമോ? കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പോലും, ഇതിപ്പോ പറഞ്ഞാൽ പല പ്രശ്നങ്ങളും സംഭവിക്കും, രാജ്യത്ത് പോലും സ്ത്രീകൾ ഭരണത്തിലേക്ക് വന്നു. സ്ത്രീകൾ ഭരണത്തിൽ വന്നിട്ട് ഏത് നാട്, ഏത് സംഘടന, ഏത് വിഷയം ഒരു സ്ത്രീ ഭരിച്ചോ പരാജയമല്ലാതെ ഇല്ല. ഇത് ബായാറ് തങ്ങളുടെ പ്രസംഗമല്ല, ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ദുയ്യത്തിൽ അമാനത്തു ഫന്തദിരിസ് സാഅ. വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ അന്ന് നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് തങ്ങളെ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ? തങ്ങൾ വിശദീകരിക്കുകയാണ്, ഇദാ ഉസ്തിദൽ അംറു ഇലാ വൈദി അഹ്ലിഹി ഫന്തദിരിസ് സാഅ. അർഹതയില്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ, അപ്പൊ പെണ്ണിന് അർഹത നാട് ഭരിക്കാനില്ല, പെണ്ണിന് അർഹത വീട് ഭരിക്കാനില്ല. ആര് ഭരിക്കണം? ഖുർആൻ പറയാണ്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പെണ്ണുങ്ങൾ മുഴുവനും പുരുഷന്മാരുടെ ഹണ്ടറിലാകണം. ഭർത്താക്കന്മാരുടെ അതാ നിയന്ത്രണത്തിലും അവരുടെ സംരക്ഷണത്തിലുമാകണം പെണ്ണുങ്ങൾ. പെണ്ണുമക്കളെ സംരക്ഷിക്കണം, ഭർത്താവിനെ സന്തോഷിപ്പിക്കണം, മറ്റ് വിഷയങ്ങളൊക്കെ നോക്കണം, മക്കൾക്ക് നല്ല മാതൃകയാവണം. അതിന് എന്തു വേണം? നല്ല സ്വഭാവക്കാരാകണം. ഒരു എഴുപത്ത് വേണ്ട. നോമ്പ് നോറ്റിട്ട് നീ എഴുപത്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇയ്യാകും വൽ ഇബത ഫഇന്നൽ ഇബത അശദ്ദു മിനസ് സിനാ. പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് അശദ്ദു മിനസ് സിനാ, അത് വ്യഭിചാരത്തെക്കാളും അശദ്ധാണ്, ഗൗരവമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നേറുന്ന മനസ്സോടെ പാതിരാത്രിയല്ലേ, നമ്മൾക്ക് ദ്വാരക്കാനില്ലേ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കല്ലേ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുക്കണം അല്ലാഹ്. ഇൽമില്ലാത്തവരാണ് ഞങ്ങൾ, തഖ്വ കുറഞ്ഞവരാണ് ഞങ്ങൾ, ഈമാൻ കുറഞ്ഞവരാണ്, വറയില്ലാത്തവരാണ്. എന്തും കൊണ്ടും കുറവുള്ള ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടെ വെച്ച് തലാർക്കേണ്ടി വന്നാലും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും മനസ്സിന്റെ അകത്തളങ്ങളിൽ അതാ എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന മഹബ്ബത്ത് റസൂലില്ല, അതിന് കോട്ടം വരൂല. നിന്റെ ഹബീബായ തങ്ങളെ സ്വഹാബ് മഹാന്മാരായ ഇമ്മത്തുമൊക്കെ ഇഷ്കും ഹബ്ബും വെച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്കതിന്റെ കോടിയിൽ നിന്ന് ഒരംശം പോലുമില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ മാത്രം കൽബില്ല. എങ്കിലും ഈ അവസാന കാലഘട്ടം ജീവിക്കുന്ന ചണ്ടിചവറുകളായ ദോഷങ്ങളെ കൊണ്ട് നിറഞ്ഞ മനസ്സും ജീവിതവുമായിട്ടുള്ള ഞങ്ങൾ ഇപ്പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ റമളാൻ നൽകിയത് ദോഷം പൊറുക്കാനല്ലേ. റഹ്മത്തിന്റെ പത്ത് നഷ്ടമായി ഞങ്ങൾക്ക് മാഫിറത്തിന്റെ പത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞു, നീ കബൂലാക്കിയോ ഇല്ലേ പറയാൻ പറ്റൂല. ഞങ്ങളെ കബൂലാക്കി സകല ദോഷങ്ങളും പൊറുക്കണം അല്ലാഹ്.
നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾക്ക് മോചനം നൽകുന്ന പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലെ ലൈലത്തുൽ ഖദ്റിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുണ്യരാത്രിയിലാണ് ഞങ്ങളിവിടെ സംഗമിച്ചത്. സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനുമാണ്, ദോഷം പൂർത്തിയാനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയാണ്, ജീവിതത്തിൽ വലിയ തെറ്റാണ് ഗീബത്ത്, വലിയ തെറ്റാണ് കേട്ടോ. കുടുംബം മുഴുവനും നമ്മളുടെ നിയന്ത്രണത്തിലാകണം, പെണ്ണുങ്ങളൊക്കെ നമ്മളുടെ നിയന്ത്രണത്തിലാകണം. ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭാര്യമാർ